ആയത്തുള്ള അലി ഖംനായുടെ മൃതദേഹം ഇന്ന് ഇമാം ഖുമൈനി ഗ്രാൻഡ് മുസല്ലയിലാണ് പൊതുദർശനത്തിന് വെക്കുക. ഏറെക്കുറെ ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് 2 കോടി ജനങ്ങൾ പങ്കെടുക്കും എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിമർശനക്കുറിപ്പ് ഇറക്കിയതിന് പകരമായി IRGC പറഞ്ഞത് ട്രംപിൻ്റെ തലച്ചോറിന് ഫംഗസ് ബാധിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ തിരിച്ചടികൾ അപ്പാടെ താങ്ങാൻ വേണ്ടി സാധിക്കാതെ എന്താണ് ചെയ്യേണ്ടത് പറയേണ്ടത് എന്ന് അറിയാത്ത ഒരു മാനസിക വിഭ്രാന്തിലാണ് ട്രംപ് എന്നുള്ളതും ഞങ്ങളത് കാര്യമാക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ ആക്രമിക്കാൻ മാത്രം പ്രതിരോധിക്കാൻ മാത്രം ഇറാന് ശക്തിയുണ്ട് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അതിനൊരു ആവർത്തനത്തോടൊന്നും കാര്യമില്ല. ഇറാൻ ആക്രമിക്കാനുള്ള ധൈര്യമോ കരുത്തോ ശക്തിയോ നിലവിൽ അമേരിക്കയ്ക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം എന്നുള്ള കാര്യമാണ് അതിന് പ്രതികരിച്ചത്. ഇന്നത്തെ ഗ്രാൻഡ് മുസല്ലയിൽ വെച്ച് പൊതുദർശനം കഴിഞ്ഞാൽ നാളെ തെഹ്റാൻ നഗരത്തിലാണ്, പിന്നെ അത് കഴിഞ്ഞാൽ 7-ാം തീയതി കൂം നഗരത്തിലാണ്, 8-ാം തീയതി ബാഗ്ദാദ്, നജഫ്, കർബല ഏറെക്കുറെ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഈ മേഖലയായിട്ട് അവർ കണക്കാക്കുന്നു. 9-ാം തീയതി തിരിച്ചു വരുന്നു ഇറാനിലേക്ക്. ഇമാം റസ ഷെരീഫിൽ അവർ അടക്കം ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ അവസാനത്തെ തീരുമാനം. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്ന ഒറ്റ ഷോട്ടിൽ എല്ലാവരെയും തീർക്കും. സംസ്കാര ചടങ്ങിനെ പരിഹസിച്ചുകൊണ്ടാണ് ട്രംപ് ഈ കാര്യം സംസാരിച്ചത്. ഒരാഴ്ച ഇറാന് കരാനുള്ള സമയമാണ് കൊടുത്തത്. ഈ ഏറെക്കുറെ ഈ ജർമ്മൻ്റെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുന്നു 3000-ലധികം ആളുകൾ തിക്കിലും തിരക്കിലും കൊല്ലപ്പെടും എന്ന തരത്തിലുള്ള പത്രങ്ങൾ. അതായത് ഈ ഒരു സംഭവം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്നില്ല, യൂറോപ്യൻ സംബന്ധിച്ചിടത്തോളം. ഈ അടുത്ത കാലത്തൊന്നും 100ഓളം രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത ഒരു മരണാനന്തര ചടങ്ങ് ഒരു രാജ്യത്ത് വെച്ച് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനപ്പുറമായ രീതി 2 കോടിയോളം ജനങ്ങൾ ഇതിൽ വ്യത്യസ്തമായിരിക്കുന്ന ദിനങ്ങളിൽ പങ്കെടുക്കും എന്നുള്ളതൊക്കെ പറയുമ്പോൾ ലോകത്ത് ഇതിന് സമാനമായിരിക്കുന്ന സംഭവങ്ങൾ ഇല്ല എന്നുള്ളത് കൃത്യമാണ്. അമേരിക്ക ഒന്നും ചെയ്യില്ല, അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം എന്ന് വെച്ചാൽ ട്രംപിൻ്റെ മസ്തിഷ്കത്തിന് പോലും ആഘാതമുണ്ടാകുന്ന തരത്തിൽ ഞങ്ങളുടെ പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ട്. വ്യത്യസ്തമായിരിക്കുന്ന നേതാക്കൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്ത തരത്തിൽ തന്നെയാണ് ഈ പ്രതികരിച്ചത്. ഈ വിദേശകാര്യമന്ത്രി ഒരു തരത്തിലും, ഇറാൻ്റെ പ്രസിഡന്റ് ഒരു തരത്തിലും, സൈനിക കമാൻഡർ മറ്റൊരു തരത്തിലും, പിന്നീട് സ്പീക്കർ ഈ ഇറാൻ്റെ സ്പീക്കർ മറ്റൊരു തരത്തിലും എല്ലാം പ്രതികരിച്ച റിപ്പോർട്ടുകളൊക്കെ വ്യത്യസ്ത തരത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അവരുടെ ഈ നേതൃത്വത്തിൽ, അതായത് രാഷ്ട്ര നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും നടക്കുന്നത്. ഞങ്ങൾ എവിടെയാണുള്ളത് എങ്ങനെയാണെന്നുള്ള കൃത്യമായി അമേരിക്കക്ക് അറിയാവുന്നതാണ്. അവർക്കങ്ങനെ ആക്രമിക്കാനുള്ള കരുത്തും ശക്തിയും നിലവിലില്ല. കാര്യം പ്രത്യാക്രമണം എത്രത്തോളം ഉണ്ട് എന്ന് കണക്ക് കൂട്ടാൻ സാധിക്കാത്ത വിധം അമേരിക്ക തളർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ പറയുന്നത് 2 മുജ്തബ അലി ഖംനായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. അത് ഏത് മേഖല എങ്ങനെയാ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം നിലവിൽ മുജ്തബ അലി ഖംനായി റഷ്യയിൽ ചികിത്സ തേടുകയാണ്, അല്ലെ റഷ്യയിലാണ് ഉള്ളത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഒന്നും ഒരു കൃത്യത ഉള്ളതായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഇറാൻ്റെ സൈനിക കമാൻഡർ നിലവിലിപ്പോൾ ഈ പറയപ്പെട്ട ആയത്തുള്ള അലി ഖംനായുടെ മൃതദേഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ പ്രാർത്ഥനാ ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അവരെന്നോ അത് കൊലപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുജ്തബ അലി ഖംനായി ഇറാനിൽ ഉണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരണ റിപ്പോർട്ട്. 2 സ്ഥലത്ത് സംബന്ധിച്ചിട്ടുണ്ട്, ഇനി സംബന്ധിക്കാൻ സാധ്യതയുണ്ട്. എവിടെ എങ്ങനെ എന്നുള്ളതൊക്കെ ഈ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അലി അൽ റസ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ പരമോന്നത നേതാവിൻ്റെ അടുത്ത്, അത് പ്രവാചക വംശത്തിൽപ്പെട്ട ആളാണ് അലി റസ എന്ന് പറയുന്നത്. അവരുടെ മക്ബറയോട് ചേർന്നിട്ടാണ് ആയത്തുള്ള അലി ഖംനയെ അടക്കം ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഈ പറയപ്പെട്ട പള്ളി. ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് പറയപ്പെട്ടത്. അവിടെ ആയിരിക്കും അടക്കം ചെയ്യുക എന്നുള്ളത്. 100-ലധികം രാജ്യങ്ങൾ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇദ്ദേഹം ഇത്രയും കാലം, അതായത് 3 മാസത്തോളമായല്ലോ, അത്രയും കാലം ശീതീകരിച്ച ഫോറൻസിക് മോർച്ചറിയിൽ, അത് കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കപ്പെട്ടതായിരുന്നു. അത് രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മൃതദേഹം വളരെ സുരക്ഷിതമായ രീതിയിൽ സൂക്ഷിക്കപ്പെട്ടത്. അത് എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. ഈ മൃതദേഹവും തിരഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അവിടുന്ന്, അതായത് മരണാനന്തര ചടങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന ശ്രമം മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് ഫെബ്രുവരി 28-ാം തീയതിയാണ്.
ഫെബ്രുവരി 28 കഴിഞ്ഞതിന് ശേഷം പിന്നീട് രൂക്ഷമായിരിക്കുന്ന പ്രത്യാക്രമണം ഇറാനിൽ തുടങ്ങി. ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് മധ്യത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരയാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിരിക്കുന്ന സംഘത്തെ മൊസാദ് ടീമിനെയൊക്കെ ഇറാനിലേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ പകുതിയിലധികം ആളുകളെയും ഇറാൻ പിടികൂടുകയും ചെയ്തു. ചില ആളുകൾക്ക് വധശിക്ഷ കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ആ കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ ജീവിച്ചിരിക്കുന്ന അത്രയും മനുഷ്യന്മാരെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഈ വിലാപയാത്ര വലിയ പങ്കാളിത്തം വഹിക്കും. അത് ഉണ്ടാവരുത്, അതായത് ഏകോപനം ഉണ്ടാവരുത് എന്നുള്ളതായിരുന്നു ഇസ്രായേൽ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഇസ്രായേൽ കണക്ക് കൂട്ടിയത്. അതോടൊപ്പം തന്നെ അമേരിക്കയും പറഞ്ഞു അങ്ങനെ തന്നെയായിരുന്നു. അവർക്കിടയിൽ ഒരു ഏകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ജനങ്ങളും ഗവൺമെൻറ്റും സൈനിക സംവിധാനം കൂടി ഏകോപനത്തോട് കൂടി നിന്നാൽ ഭാവിയിൽ വരാൻ പോകുന്ന കാലത്ത് പോലും തങ്ങൾക്ക് ഈ മിഡിൽ ഈസ്റ്റ് പോലെയുള്ള മേഖലയിൽ പോലും ഒരു സുരക്ഷിതത്വം ഉണ്ടാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങളൊക്കെ നടത്തി. അതിൻ്റെ ഇടയിൽ തന്നെ ചില റിപ്പോർട്ടുകളൊക്കെ വന്ന് അദ്ദേഹത്തെ അടക്കം ചെയ്തു എന്നൊക്കെ. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ പല രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനു മുമ്പ് ലിബിയൻ ഈ പ്രസിഡന്റ് കേണൽ ഗദ്ദാഫി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഗദ്ദാഫിയുടെ മൃതദേഹം തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ മൃതദേഹം അടിച്ചു കൊണ്ടുപോവുക അങ്ങനത്തെ ഒക്കെ പ്രവൃത്തി ഉണ്ട്. അത് ഈ പലസ്തീനുകളുടെ മൃതദേഹം ഇസ്രായേലിൻ്റെ ജയിലുണ്ടാകുന്ന സമയത്ത് അവരുടെ മൃതദേഹം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ മൃതദേഹത്തിൻ്റെ ആന്തരികാവയവങ്ങൾ മോഷ്ടിക്കപ്പെടുക, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടാവും, അവിടെ എത്തിയിട്ടുണ്ടാവില്ല, ഇങ്ങോട്ടും എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ആളുകളെ കാണാതായ വിവരങ്ങളൊക്കെ പുറത്തു വന്നു. അങ്ങനെ ആ തരത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരോടും മരണപ്പെട്ട മനുഷ്യന്മാരോടും ക്രൂരം ചെയ്യുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അമേരിക്കയും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ അതൊക്കെ ശ്രമിച്ചിരുന്നു, പരാജയപ്പെട്ടു എന്നുള്ളതാണ്. യുദ്ധം തീരുമെന്ന് ഇറാന് അറിയാമായിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ മൃതദേഹം എന്തുകൊണ്ട് അടക്കം ചെയ്തിട്ടില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് അവർ പറയുന്നത്, ഈ യുദ്ധം ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വെടിനിർത്തലും യുദ്ധ അവസാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് അറിയാം. കൂടി വന്ന ഒരു 3-4 മാസം കൊണ്ട് ഇതെല്ലാം അവസാനിക്കും. കാര്യം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് ലോക രാജ്യങ്ങളെ എത്തിക്കാൻ വേണ്ടി തങ്ങൾക്ക് ഹോർമുസ് കടൽ മാത്രം മതി എന്നായിരുന്നു അവർ പറഞ്ഞത്. ആ പറഞ്ഞ പോലെ തന്നെയാണ് വന്നത്. എന്താണോ ഇറാൻ പറഞ്ഞത് അതിൻ്റെ തനിയാവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഇമാം റസ, നമ്മൾ അതേക്കുറിച്ച് പറയുന്ന സമയത്ത് ഇമാം റസ എന്ന് പറഞ്ഞാൽ പ്രവാചക വംശ പാരമ്പര്യത്തിൽപ്പെട്ട അതിൻ്റെ പിന്തുടർച്ചക്കാരായിരിക്കുന്ന ആളാണ്. അവരുടെ ഖബറിനോട് ചേർന്നിട്ടാണ് ആയത്തുള്ള അലി ഖംനായി അടക്കം ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ വംശ പാരമ്പര്യം നോക്കുന്ന സമയത്ത് ഇമാം റസ എന്ന് പറയുന്നത് പ്രവാചകരുടെ നേരിട്ടുള്ള വംശ പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ്. പ്രവാചകൻ, പിന്നീട് അവരുടെ മകളായിരിക്കുന്ന ഫാത്തിമ ബീവി, അവരുടെ മകനായിരിക്കുന്ന ഇമാം ഹുസൈൻ, അവരുടെ മകനായിരിക്കുന്ന അലി സയാൻ അൽ ആബിദ്, അവരുടെ മകനായിരിക്കുന്ന മുഹമ്മദ് അൽ ബാക്കിർ, പിന്നീട് ജാഫർ അൽ സാദിഖ്, പിന്നീട് മൂസ അൽ ഖാസിം, അവരുടെ മകനാണ് അലി അൽ റിദ എന്ന് പറയുന്ന ഇമാം റസ. ഷിയാ വിശ്വാസികളുടെ വിശ്വാസപ്രകാരം പ്രവാചകന്റെ കൊച്ചുമകനായിരിക്കുന്ന ഇദ്ദേഹം ആത്മീയ നേതൃത്വത്തിലെ 12 ഇമാമുകൾ എട്ടാമത്തെ ആളാണ്. അപ്പോൾ അവരുടെ ഖബറിനോട് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അടക്കം ചെയ്യുന്നത്. ഏറ്റവും വിശുദ്ധരായിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റിലാണ് ഇമാം റസ ഉള്ളത്. അത് പ്രവാചക വംശത്തിൽപ്പെട്ടതാണ്. സുന്നികളും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇമാമാണ് ആയിട്ട് ഈ സുന്നികൾ കരുതുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. വംശപാരമ്പര്യത്തിലോ അവർ പറയപ്പെടുന്ന ലിസ്റ്റ് കാര്യങ്ങളിലോ ഒന്നും യഥാർത്ഥത്തിൽ ഇമാം റസ എന്ന് പറയുന്ന ആൾ അവരുടെ പാരമ്പര്യത്തിൻ്റെ തുടർച്ച തന്നെയാണ്, അതായത് പ്രവാചക പാരമ്പര്യ തുടർച്ച തന്നെയാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യ അവസ്ഥകളൊക്കെ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ കണ്ണുകൾ അപ്പാടെ ഇറാനിലേക്കാണ്. അവരുടെ നീക്കുപോക്കുകളും നയകാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ ആകാശ ചിത്രങ്ങൾ അമേരിക്ക എടുത്ത് പരിശോധിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നു. മുജ്തബ അലി ഖംനായുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചായിരിക്കണം. ഇനി ഖംനായി അവിടെ ഉണ്ട് എങ്കിൽ പോലും, ഉണ്ട് എന്ന് കൃത്യമായപ്പോലും ഒരു ആക്രമണം നടത്താനുള്ള ധൈര്യമൊന്നും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലും അമേരിക്ക ചെയ്യും. അത് മണ്ടത്തരവും വിഡ്ഢിത്തവും ചരിത്രത്തിൽ ഒരിക്കൽ പോലും മാഞ്ഞു പോകാത്ത വിധം മാരകമായിരിക്കുന്ന ആക്രമണ പരമ്പര ഇറാനിൽ നിന്ന് ഈ രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകും എന്നുള്ള ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇസ്രായേലുണ്ട്, അമേരിക്കക്കുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച, അതിൻ്റെ ഒരു സൂചന ഇറാൻ നൽകിയത് ലെബനാൻ ആക്രമിച്ച കാരണത്താൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം രാജ്യം ഇസ്രായേലിന് നേരെ അവരുടെ രാജ്യത്തെ ആക്രമിച്ചതിനല്ലാതെ മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചതിന് വേണ്ടിയിട്ട് പ്രത്യാക്രമണം നടത്തുന്നത്.
ഇസ്രായേൽ തരുത്ത് പോയിരിക്കുന്ന സംഭവമാണ്. ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല. ലെബനാൻ ആക്രമിച്ചതിന് ഇറാൻ ആക്രമിക്കുമെന്ന് അവർ കരുതിയിട്ടില്ല. പക്ഷെ ആക്രമണം അതിശക്തവും കഠോരമുള്ളതും താങ്ങാൻ പറ്റാത്തതുമായിരുന്നു. വല്ലാത്ത രീതിയിൽ വേർത്ത് പോയിട്ടുണ്ട് ഇസ്രായേൽ എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഡോസ് കൊടുക്കാനുള്ള കാരണം ഈ ആയത്തുള്ള അലി ഖമനയുടെ മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലോ അമേരിക്കയോ ശ്രമിച്ചാൽ അതിൻ്റെ പ്രത്യാക്രമണം ഭയാനകരമാണ് എന്നതിൻ്റെ സൂചനയായിരുന്നു അത് ആ തരത്തിൽ തന്നെ അവർ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുകൂടി നമ്മൾക്ക് ഇതിൻ്റെ ഇടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.